ഗൈസ്, ഞാൻ പറയുന്ന വീഡിയോയിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഹലോ ഗൈസ്, ഇന്ന് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് വളരെ സങ്കടമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, 2-3 ദിവസം മുന്നേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ഒരു സ്ത്രീ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അതിനുപരി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. നല്ല ഫോളോവേഴ്സ് ഉണ്ട്, റീച്ച് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താ, മനസ്സെപ്പറ്റി എന്ന സംഭവം അവർക്കില്ല. അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ന് വെച്ചാലും ഈ വീഡിയോ ഇടുമ്പോൾ ഒന്ന് ആ സ്നേഹിതനോട് പറയാമായിരുന്നു, ഈ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിലിടും, നിങ്ങൾക്ക് സമ്മതമാണോ ഇല്ലയോ, അതൊന്നും ചോദിക്കാതെ ആ വീഡിയോയിൽ അയാൾക്കെതിരെ പ്രതികരിക്കാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇട്ട് അയാളാകെ നാറ്റിച്ചിട്ട് ഇപ്പോൾ അവൾ സുഖിക്കുകയാണ്. അവൾ രണ്ടാമതൊരു വീഡിയോ ഇട്ട് വന്നിട്ട് അവൾ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുകയാണ്. അയാൾ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളാണ്. പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അയാളെ പറ്റി അയാളെ നാട്ടുകാർ പറയുന്നുണ്ട്, അയാൾ ഒരു മനുഷ്യനെ പോലും ചീത്ത പറയില്ല, നല്ലൊരു മനുഷ്യനായിരുന്നു. ഇങ്ങനത്തെ ഒരാളാണ് അവൾ കൊലക്ക് കൊടുത്തത്. ആ പാവം ആ വീഡിയോ കണ്ട്, സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ കണ്ട് അവരുടെ ഫ്രണ്ട്സും അവർ മറ്റുള്ള എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടാവും. അതുപോലെ തന്നെ വീട്ടുകാർ ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും, എൻ്റെ കുട്ടീൻ്റെ മുഖത്ത്, അവരുടെ വൈഫിൻ്റെ മുഖത്ത്, പിന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഇവരെ മുന്നിലേക്ക് ഞാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, എങ്ങനെ പിടിച്ചു നിൽക്കും, അങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ട് ഡിപ്രഷനായി അയാളെ ഇന്നലെ ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ് ആരാരുമില്ലാത്ത ഒറ്റക്കുള്ള ഒരു യാത്ര അയാൾ പോയി, പാവം. പക്ഷെ ഇതൊന്നല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് അനീതികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ഇപ്പോൾ നടക്കുന്ന ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളും ഇതിനെ പറ്റി എതിർക്കുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. ഇനി വരും തലമുറയിൽ, ഇനി ആണായിക്കോട്ടെ, ഇതുപോലെ സ്ത്രീകളായിക്കോട്ടെ, ഒരുപാട് പ്രശ്നങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി അടുത്ത ഒരു വീഡിയോ വരികയാണെങ്കിൽ, ഇപ്പോൾ പുരുഷന്മാരെ എടുത്തിട്ട് സ്ത്രീകളുടെ വീഡിയോ ഉണ്ടായാൽ, എന്നെ ഈ സ്ത്രീ ഇന്ന സ്ഥലത്ത് തൊട്ട് അനുവാദമില്ലാതെ ചെയ്തു തരാനുള്ള വീഡിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കാനും ഫെമിനിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരും. സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവിധ ചാനൽ ടീമും വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള വലിയ വലിയ ചാനൽക്കാരുണ്ട്, മനോരമ, 24, മീഡിയ 1, അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ, ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഘോര ശബ്ദിച്ചിട്ട് അവരെ റീച്ച് കൂട്ടാനും ഫോളോവേഴ്സ് കൂട്ടാനൊക്കെ അവർ നിൽക്കും. പക്ഷേ ഇങ്ങനത്തെ വീഡിയോ വരുമ്പോൾ ഒരാളും ശബ്ദിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഇനി മുതൽ ഇങ്ങനെ ഒരു വീഡിയോ വരാനും പാടില്ല. ഈ വീഡിയോ നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ്കുമാർ സാറ് ഈ വീഡിയോ കറക്റ്റായിട്ട് പരിശോധിച്ചിട്ട് ഇതിനുള്ള തക്കതായിട്ടുള്ള ആക്ഷൻ എടുക്കണം. ഇനി യാത്ര ചെയ്യുന്ന ബസ്സിൽ എത്ര ആൾക്കാർ കയറണം, എത്ര ആൾക്കാർ വേണം എന്നുള്ളത് വരെ ആക്ഷൻ എടുക്കണം. അതിൽ കൂടുതൽ ആൾക്കാർ കയറ്റാൻ പാടില്ല. അതിൽ കൂടുതൽ ആൾക്കാർ കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള അവസ്ഥ, ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വരും. ഇതുപോലെ ഇനി വീഡിയോ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ഇനി വരാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം.